നമസ്കാരം. കോഴിക്കോട് ഗോവിന്ദപുരത്ത് 38 വയസ്സുള്ള ദീപക് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഈ ചെറുപ്പക്കാരൻ അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ്, അവരുടെ ഒരു ആശ്രയമാണ്. ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് ഒരു സ്ത്രീയുടെ പീഡനം മൂലമാണ്. ബസ് യാത്രക്കിടെ ഈ ചെറുപ്പക്കാരന്റെ കൈ അബദ്ധത്തിൽ ഈ സ്ത്രീയുടെ മേത്തൊന്ന് തട്ടി. മനഃപൂർവ്വമാണ് കൈ തട്ടിയത്, ഒരിക്കൽ അറിയാതെ തട്ടി, പിന്നീട് മനഃപൂർവ്വം തട്ടി എന്നൊക്കെയാണ് സ്ത്രീ പറയുന്നത്. അങ്ങനെ ഈ സ്ത്രീയുടെ മാറിടത്തിൽ ഈ ചെറുപ്പക്കാരന്റെ കൈ തട്ടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ മുഖം കൃത്യമായി നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയും. ആ സ്ത്രീ ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന രീതിയിലുള്ള ഒരു മുഖഭാവം ഈ സ്ത്രീയുടെ മുഖത്ത് നിന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും ആളാകുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീ, വൈറലാകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്ന രീതിയിലുള്ള വലിയ ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ഒക്കെ പരാതി കൊടുത്തിരിക്കുകയാണ്. ദീപക് എന്നു പേരുള്ള ചെറുപ്പക്കാരന് ആരുമില്ല, വയസ്സായ അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. ആ കുടുംബത്തിന് നീതി കിട്ടണം, ദീപക്കിന് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പരാതി കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന് ഈ ഒരു അവസരത്തിൽ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. കാരണം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷം വേണമെങ്കിലും ആ ചെറുപ്പക്കാരൻ ഒന്നുമല്ലാതാകാം, കേസിലകപ്പെടാം. യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ, കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഒരുപാട് ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. ബസ്സിൽ തൂങ്ങി പിടിച്ചൊക്കെ യാത്ര ചെയ്യേണ്ട അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന, കുടുംബം പോറ്റുന്നതിന് വേണ്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആണുങ്ങളും നല്ലവരാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നാൽ സത്യസന്ധരായിട്ടുള്ള, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്ത, ഒരു സ്ത്രീയെയും ഉപദ്രവിക്കാത്ത, ഒരു സ്ത്രീയെയും അങ്ങനെ നോക്കിക്കാണാത്ത ചെറുപ്പക്കാർ പോലും കേസിൽ അകപ്പെടുകയാണ്. ഇനി ബസ്സിൽ യാത്ര ചെയ്യണമെന്നില്ല, നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്താലും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഇന്ന് ഏതൊരു പുരുഷനെയും എപ്പോൾ വേണമെങ്കിലും കേസിൽ കൊടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ത്രീ മൊഴിയിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും, കേസെടുക്കാതെ വഴിയില്ല എന്നാണ് പോലീസ് പലപ്പോഴും പല വിഷയങ്ങളിലും പറയുന്നത്. ഞങ്ങൾക്കറിയാം അത് കള്ളക്കേസാണ്, കള്ളപ്പരാതിയാണ് എന്ന്. പക്ഷെ കേസെടുക്കാതെ നിർവാഹമില്ല, അവൾ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹം കഴിച്ച് ഒരു കുടുംബവുമായി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ പലപ്പോഴും ചില വിഷയങ്ങളിലൊക്കെ, ചില കുടുംബങ്ങളിലൊക്കെ കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാനം ഈ ചെറുപ്പക്കാരൻ, കല്യാണം കഴിച്ച ഈ പുരുഷൻ അവസാനം കേസിൽ കൊടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഗാർഹിക പീഡന കേസുകൾ കൊടുത്ത് ചെറുപ്പക്കാരനെ ഒന്നുമല്ലാതാക്കും, അവരുടെ കുടുംബം പോലും നശിപ്പിച്ചു കളയുന്ന ചില സ്ത്രീകളുണ്ട്. അതായത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ചില സ്ത്രീകൾ. ഇവർക്കാണെങ്കിൽ നിയമത്തിന്റെ ആനുകൂല്യം, എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ ഒരു ആനുകൂല്യവുമില്ല. പോലീസ് സ്റ്റേഷനിലൊക്കെ കൂടുതലും ആണുങ്ങളാണ് പോലീസുകാർ എങ്കിൽ കൂടെ അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. പുരുഷനെ വിളിപ്പിച്ചാൽ അവന് മെക്കിട്ട് കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവസാനം അവർ പറയും ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നൊക്കെ. എന്തായാലും എവിടെ നോക്കിയാലും പുരുഷൻ ഒട്ടും സേഫ് അല്ല, എപ്പോ വേണമെങ്കിലും കേസിലകപ്പെടാം. ഈ ഷിംജിത മുസ്തഫയെ പോലുള്ള ആളുകൾ അവരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. എപ്പോഴാണ് ഒരു അവസരം വീണ് കിട്ടുക, എപ്പോഴാണ് ഒരു വീഡിയോ എടുത്ത് വൈറലാകാൻ കഴിയുക എന്ന് തക്കം പാർത്തിരിക്കുകയാണ്, തക്കം നോക്കിയിരിക്കുകയാണ്. അവസരം കിട്ടിയാൽ അവർ വീഡിയോ ചിത്രീകരിക്കും, ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും. എന്തായാലും ഇവിടെ ദീപക് എന്നു പേരുള്ള 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ആ ഗൗരവം ഉൾക്കൊണ്ട് പോലീസും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കലും ഒരു പുരുഷൻ സേഫ് അല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒരു യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതവസരത്തിലും പുരുഷനെ കേസിൽ കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന, നിയമം ദുരുപയോഗം ചെയ്യുന്ന ചില പെണ്ണുങ്ങളുമുണ്ട്. എന്തായാലും ആണുങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.